എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു കിംവദന്തിയാണോ, ഒരു റൂമറാണോ, അല്ല മാർക്കറ്റിൽ അങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു ന്യൂസാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ മാർക്കറ്റ് തകരുമോ എന്നുള്ളത്. അതിന് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാനായിട്ട് സംഭവമല്ല. കാരണം കുറേ കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണ്ടിവരും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട്. അതായത് ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്നത് അതിപ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, അതായത് ഭരണകൂടത്തിൻ്റെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം മാർക്കറ്റിനോട് കാട്ടേണ്ടത്. എങ്കിൽ മാത്രമേ മാർക്കറ്റ് ആ പാർട്ടിയെ അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തെ ഇഷ്ടപ്പെടുകയുള്ളൂ. എങ്കിൽ മാത്രമേ മാർക്കറ്റ് വലിയ തകർച്ചയും വലിയ കയറ്റവും ഇല്ലാതെ, അതായത് ഹൈ വോളറ്റാലിറ്റി ഇല്ലാതെ ഒരു നാരോ റേഞ്ച് ആയിട്ട് ഇങ്ങനെ കയറി പോവുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് 2014 തൊട്ടിട്ട് ആ കൊറോണ കാലത്ത് മാത്രമേ മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് വന്നത്, കൊറോണ കാലത്ത് മാത്രം. അല്ലാതെ മാർക്കറ്റിന് മൊത്തം ചാർട്ട് എടുത്ത് നോക്കിയാൽ മാർക്കറ്റ് അപ്പിലേക്ക് തന്നെയാണുള്ളത്. അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് മാർക്കറ്റിനോട് ഉള്ളൊരു ഫ്രണ്ട്ലി അപ്രോച്ച്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ വളരെ വേഗത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. അപ്പം മാർക്കറ്റ് ഒരു സേഫ് സോണിലാണ് ഇപ്പോൾ. അതായത് നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീട് മാറിയാൽ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ വീടിനെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. നമുക്ക് അവിടെ ആ വീട്ടിൽ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട് മാറേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് മാർക്കറ്റ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം അതിനുശേഷം നോക്കിയൊക്കെ നമുക്ക് ഏകദേശം 2008 തൊട്ടിട്ട് 2014 വരെയുള്ള ചാർട്ട് നമ്മൾ നോക്കി നോക്കിയാൽ 2008 തൊട്ട് 2014 വരെയുള്ള ചാർട്ട് എന്ന് വെച്ചാൽ ഒരു നാരോ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുക. വലിയ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ മാർക്കറ്റ് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, രാഹുൽ ഗാന്ധി വന്നാൽ മാർക്കറ്റ് താഴും എന്നുള്ളത്. അപ്പോൾ ഈ സേഫ് സോണിൽ നിന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒരു ഭരണമാറ്റമാണ് അവിടെ സംഭവിക്കുക. അതായത് ഇപ്പോഴുള്ള മന്ത്രിസഭയുടെ ഒരു ഭരണമാറ്റം അവിടെ നിന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഭരണ നേതൃത്വം ചെയ്തു വന്നിരുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു വ്യതിയാനം അവിടെ സംഭവിച്ചിരിക്കാം. അപ്പോൾ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആ മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോഴെന്ന് വെച്ചാൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കൽ, അങ്ങനെ പല പല സാമ്പത്തികമായ പല കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുന്നുണ്ട്. പക്ഷെ മാർക്കറ്റിന് ആരോടും, ഒരു പ്രത്യേക പാർട്ടിയോടും ഒരു എതിർപ്പോ അല്ലെങ്കിൽ ഒരു മമതയോ ഇല്ല. മാർക്കറ്റിന് ഫ്രണ്ട്ലി അപ്രോച്ചായിട്ട് നിൽക്കുന്നു, അതാണ് മാർക്കറ്റ് ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് ഇന്ന പാർട്ടിയോട് പ്രത്യേകമായ മമതയോ പ്രത്യേകമായ വെറുപ്പോ മാർക്കറ്റിനില്ല. പിന്നെ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രീ ഇലക്ഷൻ റാലിയുടെ, അത് എല്ലാ ഇലക്ഷന് മുമ്പും അങ്ങനെ ഒരു റാലി നടക്കാൻ നമുക്ക് നോക്കിയാൽ കണ്ട്. 2004 ഇലക്ഷന് മുമ്പ് അങ്ങനെ ഒരു റാലി ഉണ്ടായിരുന്നു. അതുകൂടെ 2009 ഉണ്ടായിരുന്നു. അതുകൂടെ 2014, 2019 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ 2024 ഒരു പ്രീ ഇലക്ഷൻ റാലിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നോക്കിയാൽ അറിയാം. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ്സിനെ മാർക്കറ്റിന് ഇഷ്ടമല്ലെങ്കിൽ 2009 UPAക്ക് രണ്ടാമത് അധികാരം കിട്ടിയോ മാർക്കറ്റ് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുള്ളത്, ഏകദേശം അപ്പർ സർക്യൂട്ടിലേക്ക് പോയി. അപ്പോൾ അതാണ് പറയുന്നത്, മാർക്കറ്റിന് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നു, അതാണ് മാർക്കറ്റ് ഇഷ്ടപ്പെടുന്നത്. ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പ്രധാനമന്ത്രി ആവുക? അതായത് മൊത്തം സീറ്റ് ഏകദേശം നമുക്ക് 540 സീറ്റോളം നമുക്ക് ഉണ്ട് ലോക്സഭയിലേക്ക്. അതായത് അതിൽ 271 സീറ്റ് നേടിയാൽ ആരാണ് 271 സീറ്റ് നേടുക, അവർക്കാണ് മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ കോൺഗ്രസ്സിന് 272 സീറ്റ് കിട്ടിയെന്ന് കരുതുക നമ്മൾ, സപ്പോസ്. അപ്പോൾ കോൺഗ്രസ് ആയിരിക്കും മന്ത്രിസഭ ഉണ്ടാക്കുക. അതായത് അപ്പോൾ രാഹുൽ ഗാന്ധി ആയിരിക്കും അതിൻ്റെ നേതൃത്വം നൽകുക മിക്കവാറും. അതവർ തീരുമാനിച്ചിട്ടില്ല, ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം ഇപ്പോൾ നമ്മളടുക്ക് ഉള്ള
ചർച്ച അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ എതിരെ കോൺഗ്രസിന് ഒരു 272 സീറ്റ് നീട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സേഫ് സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ 272 സീറ്റ് കോൺഗ്രസിന് കിട്ടുമ്പോൾ ആ സേഫ് സോണിൽ നിന്ന് മാർക്കറ്റ് പുറത്തേക്ക് കടക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ ഈ ഗവൺമെൻറ് ചെയ്ത സാമ്പത്തിക പരിഷ്കാരങ്ങൾ അവർ തുടർന്നു കൊണ്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് മാർക്കറ്റിന് അറിയില്ല. അപ്പോൾ ആ സമയത്ത് 270 ആ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഈ റിസൾട്ട് മാർക്കറ്റിൽ ഒരു ജർക്കിങ് സംഭവിക്കും. അപ്പോൾ അവിടെ ചെറിയൊരു രീതിയിലൊരു താഴാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം ഈ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളനുസരിച്ച് മാർക്കറ്റ് കയറാനും ഇറങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ ആ സമയത്ത് അതായത് സേഫ് സോണിൽ നിന്ന് പുറത്ത് കടക്കുന്നത് കൊണ്ടുള്ള ആ ചെറിയൊരു തകർച്ച മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒന്നാമത്തെ പോയിന്റ്. 272 സീറ്റ് കോൺഗ്രസിന് നേടിയാൽ ഇനി 272 സീറ്റ് കിട്ടിയാലും മന്ത്രിസഭ, സപ്പോസ് നമുക്ക് മറ്റൊരു കണക്ക് പറഞ്ഞാൽ 547 ലോകസഭയിലേക്ക് ഉള്ളത്, അതിൽ കോൺഗ്രസിന് ഒരു 200 സീറ്റ് കോൺഗ്രസ്, മറ്റുള്ള ഇന്ത്യ മുന്നണിയിലെ മറ്റുള്ള സഖ്യത്തിന്, അത് മമത അതുപോലെ പല ഇടതുപക്ഷ സഖ്യങ്ങൾ ഉള്ളവരും ഇവരെല്ലാവരും കൂട്ടിയിട്ട് ഒരു 272 സീറ്റ് കിട്ടിയെന്ന് കരുതുക. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ എന്തായിരിക്കും? അപ്പോൾ ഇവരെല്ലാവരും രാഹുൽ ഗാന്ധിനെയാണ് പ്രധാനമന്ത്രിയായി വയ്ക്കുക എന്ന് കരുതുക നമ്മൾ. അങ്ങനെ ആയാലും എന്ത് സംഭവിക്കും? ആദ്യത്തെ കണ്ടീഷനിൽ കോൺഗ്രസ്സിന് മാത്രമായിരുന്നു ഭൂരിപക്ഷം ഉള്ളത്. അവിടെ വളരെ ചടുലമായ രീതിയിൽ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകമായ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പക്ഷേ ഈ രണ്ടാമത് പറയുന്ന ഈ കണ്ടീഷനിൽ നമ്മളിപ്പോൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ 72 സപ്പോർട്ട് ചെയ്ത അവരെയും കൂടി കൂട്ടേണ്ടി വരും. അപ്പോൾ അവിടെ ആ തീരുമാനങ്ങൾക്ക് ഡിലേ വരും. അത് മാർക്കറ്റിന് ഇഷ്ടമല്ല അങ്ങനെ ഡിലേ വരുന്നതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ചില നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ ഇവിടെ ഈ ചെറിയ പാർട്ടികൾ, അതായത് നമുക്കറിയാമല്ലോ ചെറിയ പാർട്ടികൾ, അവിടെ ചിലപ്പോൾ വിലപേശാനുള്ള സാധ്യതകൾ. അതാണ് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ മാർക്കറ്റ് അത്ര ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷനിൽ പോലെ ഒരു ജർക്കിങ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ കണ്ടീഷനിൽ അതിന് ആ സമയത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒന്നാമത്തേൽ പറഞ്ഞത് 272 സീറ്റ് കോൺഗ്രസ് നേടിയിട്ട് ഒരു ജർക്കിങ് ഉണ്ടാവും, അതായത് ഒരു താഴ്ച മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതിനുശേഷം കോൺഗ്രസിൻ്റെ നയപരമായ തീരുമാനങ്ങൾ അനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിക്കുക അങ്ങനെയല്ല. ഇവിടെ ഈ തീരുമാനങ്ങൾ വൈകും തോറും മാർക്കറ്റ് വീണ്ടും താഴേക്കായിരിക്കും പോവുക. ആദ്യത്തെ ആ ജർക്കിങ് ഉണ്ടായി, ഓക്കെ, നല്ലൊരു മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടായിരുന്നു ഈ കോൺഗ്രസ് 200-ഉം മറ്റൊരു 72-ഉം നേടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മാർക്കറ്റിന് അത് ഒരു ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വിലപേശലും അല്ലെങ്കിൽ നയപരമായ തീരുമാനം എടുക്കുക. അപ്പം മാർക്കറ്റ് ഒന്ന് താഴും. അതിനുശേഷം ഈ തീരുമാനങ്ങൾ വൈകും തോറും വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴും. ഈ സെക്കൻഡ് കണ്ടീഷനിൽ പറയുമ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിന് വേണ്ടത് എന്താണ്? ഒരു സുസ്ഥിരമായ ഒരു ഭരണം. അത് ആരായാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ പറയാം 2009 മൻമോഹൻ സിംഗ് കയറിയപ്പോൾ മാർക്കറ്റ് നന്നായിട്ട് കയറിയ ആ ഉദാഹരണങ്ങളും ആ ചരിത്ര വസ്തുവും നമ്മളിലുണ്ട്. അപ്പോൾ ഇവിടെയും ആ കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് മാർക്കറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നെന്നുള്ള ഒരു വിചാരവും നമുക്ക് വേണ്ട. പക്ഷേ ഈ രണ്ട് കണ്ടീഷനിൽ, അതായത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം കിട്ടിയാൽ ആദ്യത്തെ സമയത്ത് മാർക്കറ്റിന് താഴും. കാരണം ഈ സേഫ് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്നവരോ ഇനി നയപര തീരുമാനങ്ങൾ എന്താകുമെന്നുള്ളൊരു പേടി കൊണ്ട് മാർക്കറ്റ് താഴും. പിന്നെ അതിനുശേഷം മാർക്കറ്റ് ഈ തീരുമാനങ്ങൾ പുതിയ തീരുമാനങ്ങൾ നയപരം വരുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് കയറും. പക്ഷേ ഈ 200+72 അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വ്യക്തമായിട്ടൊരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ചെറുകക്ഷികൾ ഇവരിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ ആയിരിക്കും മാർക്കറ്റിൻ്റെ ആ ഗതി. അപ്പോൾ അതാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയും പട്ടം എടുത്തിട്ട് തൽക്കാലം വിട പറയുകയായിരിക്കും ബെറ്റർ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഇതിൽ ഒരു പോം വഴിയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.